സ്തോത്രം ചെയ്യുന്നു. നമുക്കറിയാവുന്നതുപോലെ ഇന്ന് ഒരു പ്രത്യേകമായ സന്തോഷദിനമായി ഇരിക്കുന്നു. അജിയുടെയും ലിൻറ്റുവിൻ്റെയും ഈ വിവാഹ ദിവസത്തിൽ അവരുടെ വിവാഹത്തിന് പങ്കാളികളാകുവാനും സാക്ഷിയാകുവാനും ദൈവം നമ്മളെ കൂട്ടിവരുത്തിയിരിക്കുന്നു എന്ന് നമുക്കറിയാം. വാസ്തവത്തിൽ വിവാഹത്തിൻ്റെ ശുശ്രൂഷയുടെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താണ് വിവാഹം എന്നുള്ളതിനെക്കുറിച്ച് അവരറിയണം. പക്ഷേ നമ്മുടെ ഭാരതീയ പശ്ചാത്തലത്തിൽ വിവാഹം എന്ന് പറയുന്നത് ഭാര്യാഭർത്താക്കന്മാർ തമ്മിൽ മാത്രമുള്ളൊരു ബന്ധമൊന്നുമല്ല. അത് രണ്ട് കുടുംബങ്ങൾ തമ്മിലുള്ള യോജിപ്പാണ്, രണ്ട് സമൂഹങ്ങൾ തമ്മിലുള്ള യോജിപ്പാണ് ഏകദേശമൊക്കെ. അതുകൊണ്ടാണ് നമ്മൾ ഇത്രയും പേർ ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. ഇതിൽ വിവാഹിതരായ ആളുകളുണ്ട്, വിവാഹം കഴിക്കാറായവരുണ്ട്, അങ്ങനെ വ്യത്യസ്തമായ അവസ്ഥകളിലുള്ളവരുണ്ട്. എന്നാൽ വിവാഹം എന്ന് പറയുന്നത് ഒരു പരിധിവരെ ഭൂമിയിലുള്ള സകല മനുഷ്യർക്കും വേണ്ടി ദൈവം വെച്ചിരിക്കുന്നതായ ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് വേദപുസ്തകം വിവാഹം എല്ലാവർക്കും മാന്യം, ഇറ്റ് ഈസ് ഓണറബിൾ ഫോർ ആൾ എന്ന് പ്രധാനമായിട്ട് പറഞ്ഞിരിക്കുന്നത്. വിവാഹം എന്ന് പറയുന്നത് ഒരു എക്സെപ്ഷൻ ഒന്നുമല്ല. അതുകൊണ്ട് നമ്മൾ 10, 26, 27 വയസ്സൊക്കെ ആകുമ്പം കർത്താവെ വിവാഹം കഴിക്കുന്നത് ഞാൻ വിവാഹം കഴിക്കണമെന്നാണോ നിൻ്റെ ഇഷ്ടം അല്ലയോ എന്നൊന്നും പ്രത്യേകിച്ച് ഉപവസിച്ച് പ്രാർത്ഥിച്ച് ചോദിക്കേണ്ട കാര്യമൊന്നുമില്ല. കാരണം വിവാഹം കഴിക്കുക എന്നുള്ളത് എല്ലാവർക്കും ഉള്ള കാര്യമാണ്. പിന്നെ വിവാഹം കഴിക്കാതിരിക്കണമെങ്കിൽ അതൊരു പ്രത്യേക വരമാണെന്ന് വേദപുസ്തകം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആർക്കെങ്കിലും വിവാഹം കഴിക്കാതിരിക്കണമെങ്കിൽ ഉപവസിച്ചാൽ മതി. അല്ലാതെ വിവാഹം കഴിക്കണോ വേണ്ടയോ എന്ന് അറിയാൻ വേണ്ടി ആരും ഉപവാസം എടുത്ത് പ്രാർത്ഥിക്കുമൊന്നും ആവശ്യമില്ല. ദൈവം അങ്ങനെയാണ് അതിൻ്റെ മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചത് ഒരു ഓർഗാനിക് യൂണിറ്റി ആയിട്ടാണ്. നമ്മൾ ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിൽ വായിക്കുമ്പോൾ തന്നെ ഇവിടെ കാണുന്നത് എന്താണ്? ദൈവം തൻ്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിച്ചു, ആണും പെണ്ണുമായി അവരെ സൃഷ്ടിച്ചെന്നാണ്. അവനെയല്ല, മനുഷ്യനെ സൃഷ്ടിച്ചു, ആണും പെണ്ണുമായി അവരെ സൃഷ്ടിച്ചു. അതിൻ്റെ അർത്ഥം അതൊരു ഓർഗാനിക് യൂണിറ്റിയാണ്. അത് വ്യത്യസ്തമായ സ്ഥലങ്ങളിലായിരിക്കാം, പക്ഷേ എപ്പോഴും അതിനൊന്നു ചേരാനുള്ള വലിയ ഒരു ടെൻഡൻസി ഉണ്ട് എന്ന് വേദപുസ്തകം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. 2-ാം അധ്യായത്തിലാണ് നമ്മൾ ആദമിന് ഹവ്വയെ ദൈവം ചേർത്ത് കൊടുക്കുന്നത് കാണുന്നത്. പക്ഷേ ചേർത്ത് കൊടുക്കാൻ വേണ്ടി ആദമിനെ ദൈവം ഒരു ഗാഢനിദ്രയിലാക്കി അവൻ്റെ ഒരു വാരിയലിലെടുത്ത് അതിനെ ഒരു സ്ത്രീയാക്കി അവൾക്ക് കൊടുത്തു. അത് ദൈവം ചെയ്ത ഒരു പ്രവൃത്തിയാണ്. ഇറ്റ് ഈസ് ടോട്ടലി എ ഡിവൈൻ ആക്ട്. ദൈവികമായ ഒരു പ്രവൃത്തിയാണ്. അതിനകത്ത് മനുഷ്യൻ്റെ യാതൊരു പങ്കുമില്ല. യാതൊരു പങ്കുമില്ല എന്ന് ഞാൻ പറയാൻ കാര്യം, ആദമിന് ഹവ്വയെ കൊടുത്തപ്പോൾ ആദാം എന്തോ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു? ഹി വാസ് ഇൻ ഡീപ് സ്ലീപ്പ്, റൈറ്റ്? അവൻ എന്ത് ചെയ്യായിരുന്നു? ഉറക്കമായിരുന്നു. ഡീപ്പ് സ്ലീപ്പ്, ഉറക്കം. അതിൻ്റെ അർത്ഥം എന്നറിയാമോ? വിവാഹം എന്ന് പറയുന്നത് ടോട്ടലി ഒരു ദൈവിക പ്രവൃത്തിയാണ്. അല്ലാതെ അതിനകത്ത് മാനുഷികമായ യാതൊന്നും കടന്നുകൂടാൻ പാടില്ല എന്നുള്ളതാണ്. നമുക്കിന്ന് മാനുഷികമായി ഭവനം പണിയുന്നതുകൊണ്ട്, അതുകൊണ്ടാണ് 127-ാം സങ്കീർത്തനത്തിൽ നമ്മൾ വായിക്കുന്നത്, യഹോവ ഭവനം പണിയാതിരുന്നാൽ പണിയുന്നവർ വൃഥ അധ്വാനിക്കുന്നു. യഹോവ ഭവനം പണിയാതിരുന്നാൽ. വീട് പണിയാൻ ഈസിയാണ്. വീട് പണിയാൻ സിമെൻറ്റ് വിഷ്ടിയും കല്ലും മണലും ഒക്കെ മതി, അത് കുറച്ചുകൂടെ എളുപ്പമാണ്. പക്ഷേ വീടല്ല അവിടെ ഭവനം എന്ന് പറയുന്നത്. ഇറ്റ്സ് നോട്ട് എ ഹൗസ്, ഇറ്റ്സ് എ ഫാമിലി. എ ഹൗസ് ഈസ് ബിൽറ്റ് വിത്ത് സിമെൻറ്റ്സ് ആൻഡ് ബ്രിക്ക്, ബട്ട് എ ഫാമിലി ഈസ് മെയ്ഡ് ഓഫ് പീപ്പിൾ. സിമെൻറ്റ് ആൻഡ് ബ്രിക്സ് കൊണ്ടാണ് നമ്മൾ വീട് പണിയുന്നതെങ്കിൽ ഫാമിലി ഉണ്ടാക്കുന്നത് ആളുകളെ കൊണ്ടാണ്. ആളുകളെ കൊണ്ടായതുകൊണ്ടൊരു പ്രശ്നമുണ്ട്. ഈ ഓഡിറ്റോറിയം വളരെ മനോഹരമായ ഓഡിറ്റോറിയമാണ്, പക്ഷേ ഇത് പണിത എഞ്ചിനീയറോ ഇത് പണിത മേസ്ത്രിമാരോ ഒന്നും ഇവിടെ ഇല്ല. അവരില്ലെങ്കിലും ഒന്നും സംഭവിക്കാനൊന്നുമില്ല. കാര്യം ഇത് ഫിക്സ് ചെയ്ത് അവിടെ ഇരുന്നോളൂ. പക്ഷേ മനുഷ്യനാകുമ്പോൾ ഫിക്സ് ചെയ്താൽ അവിടെ ഇരിക്കണമെന്നില്ല. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചലനമൊക്കെ ഉണ്ട്. പക്ഷേ ജോൺ താര് പറഞ്ഞതുപോലെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ആയിരിക്കും, ചെറിയ ചലനങ്ങളൊക്കെ. അതുകൊണ്ട് എന്ത് വേണം? അതുകൊണ്ട് തീർച്ചയായും ദൈവത്തെ ഭവനം പണിയാൻ ഏൽപ്പിച്ചിട്ട് പിന്നീട് ദൈവത്തെ പറഞ്ഞു വിടരുത്. ദൈവം നമ്മുടെ കൂടെ തന്നെ വേണം. ഏദൻ തോട്ടത്തിൽ നമ്മൾ കാണുന്നതാണ്, എവ്രി കൂൾ ഓഫ് ദ ഡേ ഗാഡ് വാസ് കമ്മിങ് ഡൗൺ. ദൈവം എന്ത് ചെയ്യുക? എല്ലാ വൈകുന്നേരങ്ങളിലും ഇറങ്ങി വന്ന് അവരോട് കൂടെ ഇടപഴകുന്നതാണ് കാണുന്നത്. ഇതേപോലെ തന്നെ ദൈവം എല്ലാ ഭവനങ്ങളിലേക്കും എല്ലാ വൈകുന്നേരങ്ങളിലും ഇറങ്ങി വരണം. അവൻ ഇറങ്ങി വരും, അതിന് സംശയമൊന്നുമില്ല. പക്ഷേ വരുമ്പോൾ നമ്മളവിടെ കാണണം. അന്നേരം ടെലിവിഷൻ്റെ മുമ്പിൽ സീരിയലും കണ്ടുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ ദൈവം കുറച്ചു നേരം നോക്കി നിന്നിട്ട് പുള്ളിക്കാരൻ അങ്ങ് പോകും. അപ്പോൾ അതുകൊണ്ട് വൈകുന്നേരങ്ങൾ വാസ്തവത്തിൽ ദൈവം മനുഷ്യന് ഭൂമിയിലാക്കിയപ്പോൾ അവന് പകൽ അധ്വാനിക്കാനായിട്ട് സമയം കൊടുത്തു, രാത്രി വിശ്രമിക്കാൻ സമയം കൊടുത്തു.
എന്നാൽ വൈകുന്നേരങ്ങളിൽ അവൻ്റെ വിശ്രമ സമയമല്ല, അവൻ്റെ പണി സമയമല്ല. വൈകുന്നേരങ്ങൾ എന്താണ്? ദൈവവുമായിട്ടുള്ള സംസർഗമാണ്. എല്ലാ ദിവസങ്ങളിലും ദൈവവുമായിട്ടുള്ള സംസർഗത്തിൻ്റെ അത്യന്താപേക്ഷികതയാണ്. പക്ഷേ ഇന്ന് ഈ ആധുനിക യുഗത്തിൽ മനുഷ്യന് വൈകുന്നേരങ്ങൾ ഇല്ലാതെയായി പോയിരിക്കുന്നു. ഇലക്ട്രിസിറ്റി കണ്ടുപിടിച്ചതോടുകൂടെ മനുഷ്യൻ്റെ കണ്ടുപിടുത്തങ്ങളെല്ലാം ദോഷമേ ഉണ്ടാക്കിയിട്ടുള്ളൂ. ഒത്തിരി ഗുണമുണ്ടെങ്കിലും അതിൻ്റെ കൂട്ടത്തിൽ ദോഷം ഒത്തിരി ഉണ്ട്. ഇലക്ട്രിസിറ്റി കണ്ടുപിടിച്ചതോടുകൂടെ ഇപ്പോൾ രാത്രിയും കൂടെ പകലായി. അതുകൊണ്ട് രാത്രിയിലും പണി. നമുക്ക് എന്താണെങ്കിലും വിശ്രമം ആവശ്യമുണ്ട്, ഇല്ലെങ്കിൽ നമ്മുടെ ശരീരം സമ്മതിക്കത്തില്ല. അതുകൊണ്ട് പകലും പണി, രാത്രിയിലും പണി. പിന്നെ എപ്പോഴാണ് വിശ്രമിക്കാൻ പറ്റുന്നത്? ഇടയ്ക്ക് നമ്മൾ വിശ്രമിച്ചാലേ പറ്റുള്ളൂ. നഷ്ടപ്പെട്ടത് എന്താണെന്ന് ചോദിച്ചാൽ മറ്റൊന്നുമല്ല, ദൈവവും ഒന്നിച്ചുള്ള നമ്മുടെ ഈവനിങ്സ്, വൈകുന്നേരങ്ങളാണ്. അത് നഷ്ടപ്പെട്ടതായി കുടുംബത്തിൻ്റെ എല്ലാം പ്രശ്നം. അത് നഷ്ടപ്പെട്ടത് കൊണ്ടാണ് ദൈവവും ഒന്നിച്ചുള്ള ആ കുടുംബ ബന്ധത്തിൽ ദൈവവും ഒരുമിച്ചുള്ള ഈവനിങ്സ് നഷ്ടപ്പെട്ടതാണ് ഈ ഫാമിലി ബ്രേക്കപ്സ് എല്ലാം ഉണ്ടാകാൻ, ഈ കുടുംബ തകർച്ച ഉണ്ടാകാനൊക്കെയുള്ള പ്രധാനപ്പെട്ട, അല്ലെങ്കിൽ അതേ ഉള്ളൊരു കാരണം യഹോവ ഭവനം പണിയുകയാണെങ്കിൽ പണിയുന്നവർ ഒരിക്കലും എന്ത് ചെയ്യല്ല, വൃഥാ അല്ല അധ്വാനിക്കുന്നത്. ആ ഭവനം നിലനിൽക്കുമെന്നുള്ളതിന് യാതൊരു സംശയമില്ല. പക്ഷേ യഹോവയെ ഭവനം പണിയാൻ അനുവദിക്കുന്നില്ല. യഹോവയെ കൂട്ടി പണി വീണ്ടും അത് ചെയ്യുന്നില്ല. ഒരു തുടർച്ചയായി ദൈവത്തെ നമ്മുടെ ഭാഗമാക്കുന്നില്ല. ഇന്നത്തെ സമൂഹത്തിൽ പറ്റിയിരിക്കുന്ന പ്രശ്നമാണ്. അതുകൊണ്ടാണ് ഈ ഡിവോഴ്സും മറ്റുള്ള കാര്യങ്ങളൊക്കെ. പണ്ടൊക്കെ ഡിവോഴ്സ് എന്ന് പറയുമ്പോഴത്തേക്ക് അമേരിക്കക്കാരുടെ കാര്യമാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. നമ്മൾ സാധാരണ പറയും, അമേരിക്കൻ സായിപ്പ് രാവിലെ മുതൽ വൈകുന്നേരം വരെയുള്ള സമയത്തിനിടയ്ക്ക് 10 പ്രാവശ്യം പെണ്ണുമ്പിള്ളെ വിളിച്ചിട്ട് പറയും ഐ ലവ് യു, ഐ ലവ് യു, ഐ ലവ് യു. 16 പ്രാവശ്യം പറയും. 16 പ്രാവശ്യം പറയുകയും ചെയ്യും. ജീവിതത്തിൽ 16 പ്രാവശ്യം ഭാര്യയെ മാറുകയും ചെയ്യും അവൻ. അപ്പോൾ അവൻ്റെ സ്നേഹത്തിന് അത്രയ്ക്കുള്ള ബന്ധങ്ങളൊക്കെ ഉള്ളൂ എന്ന് നമ്മൾ പണ്ട് തമാശയായിട്ട് പറഞ്ഞിരുന്നു. ഒരു സക്സസ്ഫുൾ ലൈഫ് എന്താണെന്നുള്ളതിനെക്കുറിച്ചുള്ള ഒരു ഇക്വേഷൻ ഒരാൾ പറഞ്ഞത്. അന്നും ഞാൻ പറഞ്ഞല്ലോ, ഈ അമേരിക്കൻ ഭാര്യമാരൊക്കെ ഇത്ര മോശമാണെന്ന് പറഞ്ഞപ്പോൾ അന്നും നമുക്കുണ്ട്. അതൊന്നും ഇന്ത്യയിലൊന്നും അങ്ങനൊന്നും സംഭവിക്കത്തൊന്നുമില്ല. ഇന്ത്യക്കാരായ നമ്മുടെ സഹോദരിമാരൊക്കെ വളരെ നല്ല ഭാര്യമാരാരെന്ന് പറഞ്ഞിരുന്ന കാലത്ത് ഉണ്ടായിരുന്ന ഒരു ഇക്വേഷനാണ്, എ സക്സസ്ഫുൾ ലൈഫ് ഈസ് എ മാൻ വിത്ത് ആൻ അമേരിക്കൻ സാലറി, അമേരിക്കയുടെ ശമ്പളം, ആൻഡ് എ മാൻ വിത്ത് എ ജർമ്മൻ കാർ, കാറിൻ്റെ കാര്യത്തിൽ ജർമ്മനിയാണ് ഏറ്റവും ബെസ്റ്റ് കാർസ് ഉണ്ടാക്കുന്നത്, ആൻഡ് എ ബ്രിട്ടീഷ് ഹോം, ബ്രിട്ടീഷുകാരാണ് നല്ല വീട് പണിയുന്നത്, ആൻഡ് ചൈനീസ് ഫുഡ്, നല്ല ഫുഡൊക്കെ ഉണ്ടാക്കുന്ന ഒരു അവസ്ഥ, ആൻഡ് എ മാൻ വിത്ത് ആൻ അമേരിക്കൻ സാലറി ആൻഡ് ജർമ്മൻ കാർ ആൻഡ് ബ്രിട്ടീഷ് ഹോം, ചൈനീസ് ഫുഡ് ആൻഡ് ആൻ ഇന്ത്യൻ വൈഫ്. ഇന്ത്യക്കാരിയായ ഒരു ഭാര്യയും കൂടെ ഉണ്ടെങ്കിൽ അവൻ്റെ ജീവിതം പരമസുഖമെന്നായിരുന്നു പണ്ട് പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോഴതൊന്നും പറയാൻ വയ്യാത്തൊരു സ്റ്റേജ് ആയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് എന്താണ്, ഇന്നിപ്പോൾ അമേരിക്കയിലും ഇന്ത്യയിലും ഒക്കെ ഇതേപോലെ തന്നെയുള്ള ഫാമിലി ബ്രേക്കപ്സ് ഒരു സാധാരണ സംഭവമായി വന്നിരിക്കുകയാണ്. അതൊരു വലിയൊരു പ്രോബ്ലമാണ്. അത് പണ്ടൊക്കെ അപ്പം നമ്മൾ പറഞ്ഞു, എന്നാലും ക്രിസ്ത്യാനികളുടെ ഇടയിൽ അങ്ങനെയൊന്നും ഇല്ലെന്ന് പറയുമായിരുന്നു. പക്ഷേ ഇന്നിപ്പം ക്രിസ്ത്യാനികളുടെ ഇടയിലും കുറെ കൂടെ കടത്തി പറഞ്ഞാൽ വിശ്വാസികളുടെ ഇടയിലും ഇത് കോമൺ ആയി വന്നിരിക്കുന്നതായ ഒരു സാഹചര്യത്തിൽ കല്യാണം കഴിക്കുന്നത് തന്നെ ഇപ്പോൾ ഒരു പിള്ളേർക്കൊക്കെ പേടിയായി വന്നിരിക്കുകയാണ്. അപ്പോൾ വിവാഹം കഴിക്കണോ, അതൊരു എങ്ങനെയുള്ളതാ തലേ വന്ന് വീഴുന്നതെന്ന് അറിയാൻ പറ്റത്തില്ല. ചിലപ്പോൾ ആൾക്കാർ പറയുന്നത്, ഇവിടെ എങ്ങനെയുള്ള ഒരെണ്ണോ തലേ വന്ന് കയറുന്നെന്നുള്ളത് അറിയാൻ പറ്റുമോ ഇല്ലേ? ഇതിനെ ഒരു വിധി എന്ന നിലയിലാണ് പലപ്പോഴും ആളുകൾ കാണുന്നത്. ഒരു ചൈനീസ് പ്രോവർബുണ്ട്, രാവിലത്തെ നമ്മുടെ ബെഡ് കോഫി ശരിയായാൽ ആ ദിവസം ശരിയായി. രാവിലത്തെ നമ്മുടെ ബെഡ് കോഫി ശരിയായില്ലെങ്കിൽ ആ ദിവസം അന്നത്തെ ദിവസം പോക്കാം. നമ്മുടെ ഒരു പ്രാവശ്യത്തെ മഴ ശരിയായില്ലെങ്കിൽ ആ വർഷത്തെ കൃഷി പോക്കാം. വന്നു കയറുന്ന പെണ്ണ് ശരിയായില്ലെങ്കിൽ ജീവിതം പോക്കാം. അപ്പോൾ ഇതൊരു വിധി എന്ന നിലയിലാണ് പല സമയത്തും നമ്മൾ കാണുന്നത്. തിരിച്ചുകൊണ്ട് കേട്ടോ, രാവിലത്തെ ഒരു ബെഡ് കോഫി ശരിയായി കഴിഞ്ഞാൽ അന്നത്തെ ദിവസം നല്ലതാ. ഒരു മഴ ശരിയായി കഴിഞ്ഞാൽ കൃഷി ശരിയാകും. വന്നു കയറുന്ന പെണ്ണ് ശരിയായി കഴിഞ്ഞാൽ ജീവിതം തന്നെ ശരിയാകും. അങ്ങനെ ഒത്തിരി പേര് ശരിയായിട്ടുണ്ടല്ലോ, നമുക്കറിയാമല്ലോ. അപ്പോൾ ഇതൊരു വിധി എന്ന നിലയിൽ കാണുന്നത് കൊണ്ട് പല സമയത്തും കല്യാണം കഴിക്കാൻ ആളുകൾക്ക് പേടിയാണ്. അപ്പോൾ അതുകൊണ്ട് കല്യാണം കഴിക്കാതിരിക്കുന്നത് തന്നെയാണ് ഒരു കണക്കിന് നല്ലത് എന്ന് ആൾക്കാർ ഇപ്പോൾ ചിന്തിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ കല്യാണം തന്നെ കുറഞ്ഞു വരുന്നത്. ഇപ്പം കല്യാണം അധികം ഇല്ലല്ലോ. ഈയിടെ ഒരാൾ പറഞ്ഞു, അമേരിക്കയിൽ ഇപ്പം ഡൈവോഴ്സൊക്കെ ഒത്തിരി കുറവാണ്, ഈ വിവാഹമോചനം വളരെ കുറവാണ്. അപ്പോൾ ഞാനങ്ങ് അത്ഭുതപ്പെട്ടു പോയി, ഇതെന്തോടാ അവിടെ എന്താ വിവാഹമോചനം ഇത്ര കുറയാൻ കാര്യം? ഞാൻ എന്താ കാര്യം? അതെ, കല്യാണം നടക്കാത്തത് കൊണ്ട് വിവാഹമോചനം അധികം നടക്കുന്നില്ലെന്ന്. അപ്പം മാരേജ് നടക്കാത്തത് കൊണ്ട് എന്തോ നടക്കുന്നില്ല, ഡിവോഴ്സ് നടക്കുന്നില്ല. പിള്ളേർക്കാരും കല്യാണം കഴിക്കണ്ട, കല്യാണം കഴിക്കാതെ ജീവിക്കാൻ എല്ലാവർക്കും ഇഷ്ടം. അങ്ങനെ ഒരു ലൈഫിലേക്ക് ആളുകൾ വന്ന് ചേർന്നിരിക്കുന്നതായ ഒരു സാഹചര്യം, കല്യാണം കഴിക്കുന്നൊരു പേടിയായി വന്നിരിക്കുക. ഞാൻ സാധാരണ പറയാം, ലൂയിസ് പലാവിൻ്റെ ഒരു സ്റ്റോറിയാണ്. ഒരു സ്ഥലത്ത് ഈ പ്രാന്താലയത്തിൽ അവിടെ ഒരു ഗവർണർ സന്ദർശിക്കാനായിട്ട് പോയി. ഈ ഗവർണർ സന്ദർശിക്കാൻ ചെന്നപ്പോൾ ഡോക്ടേഴ്സ് ഇതെല്ലാം കാണിച്ചു കൊടുക്കുക. അപ്പോൾ താഴത്തെ നിലയിൽ
വലിയ കുഴപ്പമില്ലാത്ത ആളുകളെയൊക്കെയാണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഇങ്ങനെ വളരെ കൂളായിട്ടൊക്കെ ഇരിക്കുക. അപ്പോൾ ഈ ഗവർണറോട് ഡോക്ടേഴ്സ് പറഞ്ഞു, ഇത് വലിയ പ്രശ്നമൊന്നുമില്ല, ചെറിയ ചെറിയ മെൻ്റൽ ഷോക്കൊക്കെ ഉണ്ടാകുന്നുള്ളതേ ഉള്ളൂ, അവർക്ക് വേണമെങ്കിൽ വീട്ടിൽ പോകാം, ഇവിടെ ഞങ്ങൾ വെറുതെ അവരെ ഫ്രീ ആയിട്ട് വിട്ടിരിക്കുക, എന്നാൽ അവർക്ക് ട്രീറ്റ്മെൻറ്റ് ആവശ്യമുണ്ട്, അത്രേ ഉള്ളൂ. പക്ഷേ രണ്ടാമത്തെ നിലയിൽ അങ്ങനെയല്ല. രണ്ടാമത്തെ നിലയിൽ അവരാരും തുറന്നൊന്നും വിടത്തില്ല, ഭയങ്കര കുറച്ചുകൂടെ കൂടിയ മാനസിക രോഗമുള്ളവരാണ്. എന്നാൽ മൂന്നാമത്തെ നിലയിൽ തുറന്നു വിടത്തിലും തന്നെയല്ല, ഓരോരുത്തരെയും അവരവരുടെ ചെയേഴ്സിൽ ഇങ്ങനെ കിട്ടിയിട്ടിരിക്കുക ചങ്ങല കൊണ്ടൊക്കെ. കാര്യം അല്ലെങ്കിൽ അവന്മാർ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കുണ്ടാക്കും, ഭയങ്കര പ്രശ്നമാണ്. അത് തന്നെയല്ല, ഈ സൈഡിലൊക്കെ പാഡ് വെച്ച്, അതായത് ഭിത്തിയിലൊക്കെ സ്പോഞ്ചിൻ്റെ പാഡ് വെച്ചിരിക്കുക, അല്ലെങ്കിൽ അവന്മാർ തലയൊക്കെ ചെന്നിട്ട് കൊണ്ട് ഇടിക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ താഴത്തെ നിലയിൽ ഗവർണർ സന്ദർശിച്ചപ്പോഴത്തേക്ക് ഒരു ചെറുക്കൻ അവിടെ ഇരുന്നുകൊണ്ട് ലൂലു ലൂലു എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു. എന്നാൽ ഡോക്ടറോട് ഈ ഗവർണർ ചോദിച്ചു, ഇവനെന്തോ ഈ ലൂലു ലൂലു എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്നത്? ഉടനെ പറഞ്ഞു, അതെ, അവൻ ലുലു എന്ന് പറഞ്ഞൊരു പെണ്ണുമായിട്ട് സ്നേഹത്തിലായിരുന്നു, പക്ഷെ കെട്ടാൻ പറ്റിയില്ല, അതിൻ്റെ സങ്കടത്തിൽ ചെറിയൊരു ഷോക്ക് ഉണ്ടായി, കുഴപ്പമൊന്നുമില്ല, വലിയ കുഴപ്പമൊന്നുമില്ല, പക്ഷേ അവന് വിവാഹം കഴിക്കാൻ പറ്റാഞ്ഞതിലുള്ള ഒരു സങ്കടം കൊണ്ടുണ്ടായ അതായത് ലുലുവിനെ കെട്ടാൻ പറ്റാത്തതിലുള്ള ഒരു ദുഃഖം, അത്രയേ ഉള്ളൂ. അപ്പോൾ രണ്ടാമത്തെ നിലയിലോട്ട് ഈ ഗവർണർ കയറിപ്പോയി. മൂന്നാമത്തെ നിലയിൽ ചെന്നപ്പോഴത്തേക്ക് ഒരുത്തൻ ഇങ്ങനെ കെട്ടിയിട്ടിരിക്കുക, അവൻ തലയൊക്കെ ഇട്ട് അടിച്ച് ഭയങ്കര ബഹളം. പക്ഷേ അവനും പറയുന്നത് ലൂലു ലൂലു എന്നാണ് പറയുന്നത്. പിന്നെ ഡോക്ടർ ചോദിച്ചാൽ താഴത്തെ ചെറുക്കിന് പറ്റിയ കുഴപ്പം മനസ്സിലായി. കാര്യം അവന് ലുലുവിനെ കെട്ടാൻ പറ്റിയില്ല, അതുകൊണ്ട് അവന് മെൻ്റൽ ഷോക്ക് ഉണ്ടായത്. ഇവനെന്നാ ഈ ലുലു ലുലു എന്ന് പറഞ്ഞ് കരയുന്നത്? ഇവനെന്നാ പറ്റി? അതെ, ഇവനാ ലുലുവിനെ കെട്ടിയതെന്ന്. അപ്പോൾ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ദോഷമാണ് ഇപ്പം മനുഷ്യൻ്റെ മനസ്സിൽ കൂടുതലുള്ളത്. അതുകൊണ്ട് മിക്ക സമയത്തും പിള്ളേരൊക്കെ ആണെങ്കിലും പറയുന്നത് കല്യാണം കഴിക്കുന്നതിനകത്തൊരു താല്പര്യമില്ലാതെ വന്നിരിക്കുകയാണ്. സോക്രട്ടീസ് പറഞ്ഞ ഒരു വാചകമുണ്ട്, ഓൾ യങ് മെൻ ഗെറ്റ് മാരീഡ്, ഇഫ് യു ഗെറ്റ് എ ഗുഡ് വൈഫ് യു ക്യാൻ എൻജോയ് ലൈഫ്. എല്ലാ യുവാക്കളും പോയി കല്യാണം കഴിക്കുക. നല്ല പെണ്ണിനെ കിട്ടിയാൽ രക്ഷപ്പെട്ടു. നല്ല പെണ്ണിനെ കിട്ടിയില്ലെങ്കിലോ, ഇഫ് യു ഡോണ്ട് ഗെറ്റ് എ ഗുഡ് വൈഫ് ഡോണ്ട് വറി അബൌട്ട് ഇറ്റ്, യു ക്യാൻ ബിക്കം എ ഫിലോസഫർ. അങ്ങനെ നല്ലൊരു ഭാര്യയെ കിട്ടിയില്ലെങ്കിലും നിനക്കൊരു തത്വജ്ഞാനിയാകാൻ പറ്റും, നിനക്കൊരു ഫിലോസഫർ ആകാൻ പറ്റും. സോക്രട്ടീസ് ഒരു ഫിലോസഫർ ആയിരുന്നു താനും. അപ്പോൾ അറിയാമല്ലോ അദ്ദേഹം അനുഭവത്തിൽ നിന്നാണ് പറഞ്ഞത്. പിന്നെ കൂട്ടത്തിൽ ഞാൻ പറയട്ടെ, ഞാനൊരു ഫിലോസഫർ അല്ല താനും. അപ്പം നമ്മളുടെ ഈ കാലയളവിൽ വിവാഹത്തെക്കുറിച്ചുള്ള ഈ സങ്കല്പങ്ങളെല്ലാം ഇങ്ങനെ തകിടം മറിയുന്ന സാഹചര്യത്തിൽ എന്താണ് ദൈവവചനം ഉദ്ദേശിക്കുന്നത്, ദൈവവചനം പറയുന്നത് എന്നുള്ളത് നമ്മൾ പെട്ടെന്ന് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാനായിട്ട് ഉദ്ദേശിക്കുകയാണ്. ഫസ്റ്റ് മാരേജിനെ കാര്യം ആലോചിക്കുക. ആദമിന് ദൈവം ഹവ്വയെ കൊടുത്തു കഴിഞ്ഞിട്ട് ഫസ്റ്റ് ടൈം ഹവ്വായെ കാണുമ്പോൾ ഹവ്വായെ നോക്കി ആദം പറയുന്ന ഒരു വാക്കുണ്ട്. എന്താണെന്നറിയാമോ? ഇവൾ എൻ്റെ അസ്ഥിയിൽ നിന്ന് അസ്ഥിയും മാംസത്തിൽ നിന്ന് മാംസവുമാകുന്നു. ഞാൻ ഒത്തിരി ലോക ക്ലാസിക്കുകൾ പലത് വായിച്ചു നോക്കിയിട്ടുണ്ട്. അവിടെയൊക്കെ ഈ പുരുഷന് സ്ത്രീയോടുള്ള സ്നേഹം പറയാനായിട്ട് ഒത്തിരി വാക്കുകൾ ഉപയോഗിച്ചിട്ടുണ്ട്. പക്ഷേ ഇത്രയും കൺസൈസ്ഡായിട്ട്, ഇത്രയും മനോഹരമായിട്ട് ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഞാൻ കണ്ടിട്ടില്ല. നീ എൻ്റെ കണ്ണാ, കരളാ, തേനാ, ചക്കരയാ എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. പക്ഷേ ഇതൊന്നുമല്ല പറയുന്നത്. എന്താ? നീ എൻ്റെ മാംസത്തിൽ നിന്ന് മാംസവും, അസ്ഥിയിൽ നിന്ന് അസ്ഥിയും, മാംസത്തിൽ നിന്ന് മാംസവും എന്ന് വെച്ച് കഴിഞ്ഞാൽ വേർപിരിക്കാൻ വയ്യാത്ത രീതിയിലുള്ള, അസ്ഥിയിൽ നിന്ന് അസ്ഥിയും മാംസത്തിൽ മാംസം എന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന വ്യത്യാസം അതാണ്. ഇൻസെപ്പറബിൾ ആണ്, ഒരു കാരണവശാലും വിച്ഛേദിക്കാൻ പറ്റാത്തതായിട്ടുള്ള ബന്ധം. അതാണ് ഭാര്യാഭർത്താക്കന്മാർ തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് പറയുന്നത്. അതുകൊണ്ട് അവിടെ എഴുതിയിരിക്കുന്ന വാക്ക് അതാണ്. അതുകൊണ്ട് പുരുഷൻ അപ്പനെയും അമ്മയെയും വിട്ട് ഭാര്യയോടെ പറ്റിച്ചേരും. എല്ലാ കാലയളവിലുള്ള ഒരു സ്വാഭാവികമായ ഒരു സംശയമാണ്, മനുഷ്യനെല്ലാം ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ഇതെന്താടാ ഈ ചെറുക്കൻ ഇത്രയും നാൾ അമ്മയെന്ന് പറഞ്ഞ് പുറകെ നടന്നിട്ട് വേണ്ട എങ്ങാണ്ടു എന്നൊരു പെണ്ണ്, അവക്കാണെങ്കിൽ രക്തബന്ധം പോലും ഇല്ല, എവിടെയോ ഉള്ള ഒരു പെണ്ണ്, രക്തബന്ധം പോലും ഇല്ലാത്ത ഒരു പെണ്ണ് ഇങ്ങോട്ട് വന്ന് കയറുകയും ചെയ്തു. അവൻ അമ്മയും വേണ്ട, 10 മാസം ചുമന്ന് പ്രസവിച്ച് അമ്മയും വേണ്ട, ജീവൻ കൊടുത്ത് അപ്പനെയും വേണ്ട, അതുകൊണ്ട് ഈ പെണ്ണിൻ്റെ പുറകെ നടക്കുന്നത് കണ്ടില്ലയോ? ഇതെന്താ ഇതിൻ്റെ രഹസ്യം? വേദവസം പറഞ്ഞിരിക്കുന്നത് അത് രഹസ്യമൊന്നുമല്ല. കാരണം ദൈവം പുരുഷനെയും സ്ത്രീയെ സൃഷ്ടിച്ചിരിക്കുന്നത് അങ്ങനെയാണ്. ഇത് രക്തബന്ധമൊന്നുമല്ല, രക്തബന്ധത്തെക്കാൾ വലിയ ബന്ധമാണ്. എന്ത്? അസ്ഥിയിൽ നിന്ന് അസ്ഥിയും മാംസത്തിൽ നിന്ന് മാംസവും പോലെയുള്ള ബന്ധമാണ്. അതുകൊണ്ട് പുരുഷൻ അപ്പനെയും അമ്മയെയും വിട്ട് ഭാര്യയോട് പറ്റിച്ചേരും. വിട്ട് എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു കാര്യം തെറ്റിദ്ധരിക്കരുത്. വിടുക എന്ന് പറയുന്നതും ഉപേക്ഷിക്കുക എന്ന് പറയുന്നതും രണ്ടാണ്. നമുക്കൊക്കെ ഒരു ചിന്തയുണ്ട്, അപ്പനെയും അമ്മയും ഇവിടെ വേദോസ്തി പറഞ്ഞിട്ടില്ല, പിന്നെ എന്നാ ഇപ്പോൾ അപ്പനെയും അമ്മയും നോക്കാൻ എന്നാ വലിയ അത്യാവശ്യം വന്നു. വിടാനല്ല, അല്ലെങ്കിൽ വിടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉപേക്ഷിക്കുകയല്ല. ഉപേക്ഷിക്കുന്നത് ഒരു കാരണവശാലും വേദോസം അംഗീകരിക്കുന്നില്ല. സദൃശവാക്യങ്ങളിൽ പറഞ്ഞിരിക്കുന്നത് അപ്പനെയും അമ്മയും ഉപേക്ഷിക്കുന്നവൻ്റെ കണ്ണ് കഴുകൻ കുത്തിപ്പറിച്ച് കളയുമെന്ന്.
അത്രയ്ക്കും ശക്തമായിട്ട് വേദപുസ്തകം മാതാപിതാക്കളെ ശുശ്രൂഷിക്കുന്നതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട്. പക്ഷേ അവരുടെ ലോയൽറ്റി, അവരുടെ അഫിനിറ്റി, അവർക്ക് ഇപ്പോഴുള്ള ആ ഏകത, നേരത്തെ എന്ത് കാര്യത്തിനും അമ്മയോട് കളർ വരെ, ഷർട്ടിൻ്റെ കളർ വരെ അമ്മയോട് ചോദിച്ചുകൊണ്ടിരുന്ന ചെറുക്കൻ ഇപ്പോഴ് എന്താണ്, കാര്യങ്ങൾ വരുമ്പോൾ വീട് പണിയണമെങ്കിലും എന്ത് പറയണമെങ്കിലും എന്ത് ചെയ്യണമെങ്കിലും ആരോടും അല്ല അന്വേഷിക്കുന്നത്, അപ്പനോടും അമ്മയോടും ആലോചിക്കുമായിരിക്കും. എന്നാൽ ആരുടെ ഇഷ്ടത്തിനാണ് ഇവിടെ മുൻതൂക്കം? ഭാര്യയുടെയും മക്കളുടെയും ഒക്കെ ഇഷ്ടത്തിനാണ്. അതുകൊണ്ടാണ് പുരുഷൻ അപ്പനെയും അമ്മയും വിട്ട് ഭാര്യയോട് പറ്റിച്ചേരുമെന്ന് പറയുന്നത്. ആ റിലേഷൻ്റെ ആ സീക്വൻസ് നമ്മൾ മാറ്റാൻ പാടില്ല. ഒന്ന്, അപ്പനെയും അമ്മയും വിട്ട് ലീവിങ്, ഭാര്യയോട് പറ്റിച്ചേരും ക്ലീവിങ്, ഇരുവരും ഒരു ദേഹമായി തീരും. അവർ ശാരീരിക ബന്ധത്തെക്കുറിച്ച് അവിടെ പറയുന്നത്. അപ്പോൾ ആദ്യം പഴയ റിലേഷൻസിൽ നിന്നുള്ള ഒരു ലീവിങ്, അതിനുശേഷമുള്ളത് എന്താണ്? ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ഇമോഷണലായിട്ടുള്ള ഒരു അറ്റാച്ച്മെൻറ്റ്, അതിനുശേഷമാണ് ശാരീരിക ബന്ധം. ഞാൻ പറഞ്ഞ മനസ്സിലാക്കണം. പക്ഷേ ഇന്നിപ്പോൾ ഓർഡർ തെറ്റിച്ച നമ്മുടെ പിള്ളേരൊക്കെ കാണിക്കുന്നത് ആദ്യമേ ശാരീരിക ബന്ധമാണ്, പിന്നാണ് വിവാഹത്തെക്കുറിച്ച് ആലോചിക്കുന്നത്. അത് വേദപുസ്തകത്തിൻ്റെ സിസ്റ്റം അല്ല. അതുകൊണ്ടാണ് നല്ലൊരു ശതമാനം കുടുംബങ്ങളും തകർന്നു പോകുന്നത്. നല്ലൊരു ശതമാനം കുടുംബങ്ങളും തകർന്നു പോകാനുള്ള കാരണം ദൈവം കൊടുത്ത ഈ ഓർഡർ തെറ്റിക്കുന്നതാണ്. പക്ഷേ ജോൺ താര് പറഞ്ഞപ്പോഴത്തേക്ക് പറഞ്ഞൊരു കാര്യമുണ്ട്. എന്താണ്? ഇതിന് നമുക്കൊരു മാനുവൽ തന്നിട്ടുണ്ട്. ആ മാനുവൽ വെച്ച് വേണം നമ്മുടെ ജീവിതം ക്രമീകരിക്കാനും, ഇല്ലേ? ഇതേപോലെ തന്നെ വേദപുസ്തകത്തിലെ സത്യം എന്താണെന്ന് ചോദിച്ചാൽ, എപ്പോഴും ആദ്യം ആവശ്യമായിരിക്കുന്ന, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ഓർഡർ, അപ്പനെയും അമ്മയും വിട്ട് ഭാര്യയോട് പറ്റിച്ചേർന്ന് ഇരുവരും ഒരു ദേഹമായി തീരുക. പല രാജ്യങ്ങളിലും, ഞാൻ കൂടുതൽ സമയം ആഫ്രിക്കയിൽ ചെലവഴിക്കുന്ന ഒരാളാണ്. ആഫ്രിക്കയിലെ ഞാൻ പല സമയത്തും ആളുകൾ, ഞാനൊരു കല്യാണത്തിന്, ഒരു വിവാഹത്തിന് എന്നെ ഒരാൾ ക്ഷണിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് കല്യാണത്തിന് ചെറുക്കനും പെണ്ണും, ഞാൻ കുറച്ച് ഫോട്ടോഗ്രാഫ്സ് ഒക്കെ, ആഫ്രിക്കൻ മാരേജ് കാണാനുള്ള ആഗ്രഹത്തിന് കുറച്ച് ഫോട്ടോഗ്രാഫ്സും എല്ലാം എടുത്തു. അപ്പം കല്യാണം കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു കൊച്ച് ഓടി വന്ന് ഈ ചെറുക്കൻ്റെ മുകളിലോട്ടും പെണ്ണിൻ്റെ മുകളിൽ രണ്ടുപേരും കൂടെ മാറി മാറി കൊച്ചിന് ഉമ്മ കൊടുക്കുന്നു. അപ്പോൾ ഞാൻ ചോദിച്ചു, ഇതെന്തോ ഈ കൊച്ചേതാ? അത് അവരുടെ തന്നെ കൊച്ചാ. അപ്പോൾ നമ്മുടെ നാട്ടിൽ പറയുമല്ലോ, ഈ നിൻ്റെ അപ്പൻ്റെ അമ്മയുടെ കല്യാണത്തിൽ നീ എവിടെ ആയിരുന്നൊക്കെ ചോദിക്കുമല്ലോ. അവിടെ അങ്ങനെ ചോദിക്കേണ്ട കാര്യമൊന്നുമില്ല. അപ്പൻ്റെ അമ്മയുടെ കല്യാണത്തിൽ അവരവിടെ തന്നെ ഉണ്ട്. കൊച്ചിൻ്റെ ഒരു ഭാഗ്യം നോക്കണം, അപ്പൻ്റെ അമ്മയുടെ കല്യാണം കൂടാനുള്ള എന്തൊരു ഭാഗ്യമാണെന്ന് നോക്ക്, ഇല്ലേ? ഇതാണ് അവിടുത്തെ ഒരു സിസ്റ്റം, അവരുടെ സിസ്റ്റം അതാ. പക്ഷേ ഇതിപ്പോൾ ഇന്ന് നമ്മുടെ ഇടയിലേക്കും പടർന്നു പിടിച്ചിരിക്കുന്നു. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ സിസ്റ്റം നമ്മൾ തെറ്റിക്കുകയാണ്. അടുത്തെന്താണെന്നറിയാമോ? അവർ ഇരുവരും ഒരു ദേഹമായി തീരും. മനുഷ്യനും ഭാര്യയും നഗ്നരായിരുന്നു, അവർക്ക് നാണം തോന്നിയില്ല താനും. അതൊരു ഫിസിക്കൽ നേക്കഡ്നെസ്സിനെ കുറിച്ചല്ല, ശാരീരിക നാണത്തെക്കുറിച്ചല്ല പറയുന്നത്. അല്ലെങ്കിൽ തന്നെ അവിടെ പറയുന്ന ഒരു കാര്യം, എപ്പോഴാണ് എനിക്ക് നാണം, അല്ലെങ്കിൽ എനിക്ക് എന്താണ് ഒരു നാണം തോന്നുന്നത് എപ്പോഴാണ്? ബിക്കോസ് എനിക്ക് ചില പ്രൈവറ്റ് ആയിട്ടുള്ള ലോകമുണ്ട്. ആ പ്രൈവറ്റ് ആയിട്ടുള്ള കാര്യം മറ്റൊരാളെ കാണിക്കാൻ എനിക്ക് ലജ്ജയാണ്. അപ്പോൾ പ്രൈവറ്റ് ആയിട്ടുള്ള ഒരു ലോകം ആദമനും ഹവ്വയ്ക്കും ഇല്ലാതിരുന്നത് കൊണ്ടാണ് അവർക്ക് രണ്ടു കൂട്ടർക്കും എന്തുണ്ടാകാതിരുന്നത്? നാണം ഉണ്ടാകാതിരുന്നത്. ഭാര്യാഭർത്തൃ ബന്ധത്തിൽ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, ഭാര്യയ്ക്കും ഭർത്താവിനും അവരവരുടെ ലോകം എന്ന് പറയുന്ന രണ്ട് ലോകങ്ങളില്ല. വെൻ യു ആർ ടുഗെദർ, ദാറ്റ് ഡേ ഓൺവേർഡ്സ്, you have no private affair. നിങ്ങളുടെ ഒരു സ്വന്തം ലോകമോ മറ്റൊരു കാര്യമോ അതിനകത്തില്ല. നിങ്ങൾ വെൽഡഡ്, ഇൻഫാക്ട് വെഡിങ് ഈസ് ജസ്റ്റ് ലൈക്ക് എ വെൽഡിങ്. ഞാനൊരു സ്റ്റോറി ഒരാൾ പറഞ്ഞ ഇങ്ങനെ കേട്ടിട്ടുണ്ട്. സ്റ്റോറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അപ്പനും അമ്മയും ഒത്തിരി കാലങ്ങളായിട്ട് കല്യാണം കഴിച്ച് 50 വർഷം സക്സസ്ഫുൾ ആയിട്ടുള്ള മാരേജാണ്. അപ്പം മക്കളെല്ലാം കൂടെ ചെന്നിട്ട് ചോദിച്ചു, പപ്പ, ഈ നിങ്ങളുടെ മാരേജ് ഇത്രയും സക്സസ്ഫുൾ ആകാനുള്ള കാര്യം വന്നോ? ഞങ്ങളുടെ കല്യാണമൊക്കെ അങ്ങോട്ട് കഴിഞ്ഞതേ ഉള്ളൂ, ഇപ്പോഴേ ഞങ്ങൾക്ക് അലോസരമായ കാര്യങ്ങളൊക്കെ തുടങ്ങി. എന്തുകൊണ്ടാണ് നിങ്ങളുടെ മാരേജ് 50 വർഷമായിട്ട് യാതൊരു പ്രശ്നമില്ലാഞ്ഞത്? അപ്പോൾ അദ്ദേഹം ഒരു സ്റ്റോറി പറഞ്ഞു. എൻ്റെ കല്യാണക്കുറി പ്രിൻ്റ് ചെയ്ത് വന്നപ്പോഴത്തേക്ക് അതിനകത്ത് മാരേജ് എന്നുള്ളതിനകത്ത് ഇടയ്ക്കുള്ള ഐ ഇല്ലായിരുന്നു. എങ്ങനെയോ ഒരു പ്രിൻറ്റിങ് മിസ്റ്റേക്ക് വന്നതാണ്. അപ്പോൾ എൻ്റെ കൂട്ടുകാരെല്ലാം പറഞ്ഞു, ഇത് മോശമാണ്, നമുക്ക് വേറെ അടിക്കാമെന്ന് പറഞ്ഞു. പക്ഷേ അന്നത്തെ ഒരു പ്രശ്നം, പിന്നെ അടിക്കണമെങ്കിൽ പിന്നെയും ചിലവൊക്കെയാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞു, വേണ്ട, അതങ്ങനെ ഇരുന്നോട്ടെ, ഞാൻ ഐ ഇല്ലാതെ ജീവിച്ചോളാം. ഐ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നിങ്ങൾക്കറിയാം, ഞാൻ എന്നുള്ള ആ ഭാവം. അതുകൊണ്ട് ഇദ്ദേഹം പറഞ്ഞു, ഞങ്ങളുടെ മാരേജിലെ വിജയം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഈ 50 കൊല്ലവും ഐ ഇല്ലാതാ ജീവിച്ചേ. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് എന്തില്ല, എൻ്റെ കല്യാണത്തിന്, എൻ്റെ മാരേജിന് ഒരു പ്രശ്നം ഉണ്ടായില്ല. അവസാനമായിട്ട് 1-2 കാര്യങ്ങളോട് ഞാൻ പറയട്ടെ. എഫ് എസ് ലേഖനം 5-ാം അധ്യായത്തിൻ്റെ 21 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ, സാധാരണ നമ്മളെല്ലാം വായിക്കുന്നത് 22 മുതലുള്ള വാക്യങ്ങളാണ്. പക്ഷേ 21-ാം വാക്യം മുതലാണ് ശരിക്കും അതിൻ്റെ പാസേജ് തുടങ്ങുന്നത്. അതുകൊണ്ട്
പലപ്പോഴും നമ്മൾ അതിൻ്റെ യഥാർത്ഥത്തിലുള്ള അർത്ഥം മനസ്സിലാക്കാനായിട്ട് കഴിയാതെ വരുന്നത്. എഫേസ്യർ ചാപ്റ്റർ 5 വേഴ്സ് 21 ഓൺവേർഡ്സ് അവിടെ വായിക്കുമ്പോഴത്തേക്ക് ക്രിസ്തുവിൻ്റെ ഭയത്തിൽ അന്യോന്യം കീഴ്പ്പെട്ടിരിപ്പീൻ, ഭാര്യമാരെ കർത്താവിനെന്നതുപോലെ സ്വന്തം ഭർത്താക്കന്മാർക്ക് കീഴടങ്ങുവിൻ. അവിടെ ആദ്യം പറഞ്ഞിരിക്കുന്നത് ക്രിസ്തുവിൻ്റെ ഭയത്തിൽ അന്യോന്യം കീഴ്പ്പെട്ടിരിപ്പീനാണ്. ക്രിസ്തുവിൻ്റെ ഭയത്തിൽ അന്യോന്യം കീഴ്പ്പെട്ടിരിക്കണം. എന്താണ് ഇവിടെ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്? അവിടെ മനസ്സിലാക്കാൻ പറ്റുന്നത് നമ്മൾ അന്യോന്യം ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കുകയല്ല, പ്രത്യുത എന്താണ്? ക്രിസ്തുവിനെ ഭയപ്പെട്ട് അന്യോന്യം കീഴ്പ്പെട്ടുകൊണ്ട് ജീവിക്കുകയാണ്. ഇന്നത്തെ വീടുകളിലൊക്കെ ഒരു നരകമാക്കുന്ന കാര്യം, വീട്ടിലെല്ലാവരും അന്യോന്യം ഭയപ്പാടാണ്. ഭാര്യയ്ക്ക് ഭർത്താവിനെ പേടി, ഭർത്താവിന് ഭാര്യയെ പേടി. BP എന്ന് പറയും, ചിലർ പറയും BP ഉണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭാര്യയെ പേടിയുണ്ടോയെന്ന്. അപ്പോൾ പലർക്കും എന്താ? ഭാര്യയെ പേടി, ഭർത്താവിനെ പേടി, എന്തോ ഭാര്യ അടുത്തതായിട്ട് എന്തോ ചെയ്യാൻ പോകുന്നെന്നുള്ള പേടി, 2 കൂട്ടുകാരെ വിളിച്ചുകൊണ്ട് വീട്ടിൽ വരണമെന്നുണ്ട്, പക്ഷേ വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും പ്രതികരണം എന്നുള്ള പേടി. ഒരു കമ്പനിയുടെ എക്സിക്യൂട്ടീവ് യോഗം കൂടിയപ്പോഴത്തേക്ക് ചെയർമാൻ അവരോട് പറഞ്ഞു, ബാക്കിയുള്ള മാനേജേഴ്സിനോട് പറഞ്ഞു, നിങ്ങളുടെ മൊബൈൽ ഫോണിൽ നിങ്ങളുടെ ഭാര്യയെ വിളിച്ച് ഞാനിപ്പോൾ ഒരു 4 കൂട്ടുകാരുമായിട്ട് ഉടനെ വീട്ടിലോട്ട് വരികയാ ഉച്ചയ്ക്ക് ഉണ്ണാനെന്ന് പറഞ്ഞിട്ട് ആൻസർ എന്താണോ അത് സ്പീക്കർ ഫോണിലിടാൻ. അയ്യോ എൻ്റെ ദൈവമേ, എന്തൊരു കഷ്ടമാണെന്ന് ആലോചിച്ച് നോക്കണം. ആൻസർ സ്പീക്കർ ഫോണിലിടാൻ. അതിന് പറഞ്ഞത് ഒരൊറ്റ സ്ത്രീ മാത്രമേ പറഞ്ഞുള്ളൂ. അതിനെന്താ? നിങ്ങളുടെ കൂട്ടുകാരല്ലേ, വരട്ടെ, നമ്മളുടെ വീട്ടിലൂടെയല്ലേ വരുന്നത്. ബാക്കിയുള്ളവരെല്ലാം പറഞ്ഞു എന്താണെന്ന് ഞാൻ ഇവിടെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് അടുത്ത ആഴ്ച തിരുവത്താഴം എടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ആ കാര്യങ്ങളൊന്നും പറയുന്നില്ല. അപ്പോൾ ഭാര്യയെ പേടിക്കുന്ന, ഭർത്താക്കന്മാരെ പേടിക്കുന്ന, പണ്ടൊക്കെ ഭർത്താക്കന്മാരെ ആയിരുന്നു പേടി, ഭർത്താക്കന്മാരെയും പേടിക്കാനല്ല പറയുന്നത്. ശരിക്കും വേദപുസ്തകത്തിൽ ഭാര്യ ഭർത്താക്കന്മാരെന്ന് പറയുമ്പോൾ ഭാര്യ എന്ന് പറഞ്ഞാൽ ഭരിക്കപ്പെടുന്നവൾ, ഭർത്താവ് എന്ന് പറഞ്ഞാൽ ഭരിക്കുന്നവൻ. പക്ഷേ കർത്താവ് സൃഷ്ടിച്ചത് ഭാര്യയും ഭർത്താവുമായിട്ടല്ല, കർത്താവ് സൃഷ്ടിച്ചത് തക്ക തുണയായിട്ടാണ്, സ്യൂട്ടബിൾ കമ്പാനിയൻ. പാപം ചെയ്തു കഴിഞ്ഞപ്പോൾ അവൻ ഭാര്യയും ഭർത്താവുമായി. അതുകൊണ്ടാണ് അവൻ നിന്നെ ഭരിക്കും എന്നൊരു വാക്കവിടെ വരുന്നത്. അവൻ നിന്നെ ഭരിക്കും. നമ്മൾ കൂട്ടാളികളാണ്. അതുകൊണ്ട് അന്യോന്യമുള്ള പേടി ഉണ്ടാകാൻ പാടില്ല. ബഹുമാനം ആവശ്യമാണ്, റെവറൻസ് ആവശ്യമാണ്, പേടി ഉണ്ടാകാൻ പാടില്ല. പേടി ആരെക്കുറിച്ച് മാത്രമേ ഉണ്ടാകാവൂ? കർത്താവിനെ കുറിച്ച് മാത്രമേ ഉണ്ടാകാവൂ. ക്രിസ്തുവിൻ്റെ ഭയത്തിൽ അന്യോന്യം കീഴ്പ്പെട്ടിരിപ്പീൻ. ക്രിസ്തുവിൻ്റെ ഭയത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കർത്താവ് എല്ലാം കാണുന്നത്. ഒരാളെ നമ്മൾ ഭയപ്പെടുന്നത് എപ്പോഴാണ്? വെൻ ഹീ ഈസ് സോ ക്ലോസ് ടു അസ്. അപ്പോഴാണ് നമ്മൾ ഭയപ്പെടുന്നത്. അല്ലാതെ എപ്പോഴാണ്? എൻ്റെ ടീച്ചർ, നമ്മളെ പഠിപ്പിച്ച ടീച്ചർ അടുത്തുണ്ടെങ്കിൽ നമ്മൾ ചിലപ്പോൾ സിഗരറ്റ് വലിക്കത്തില്ലായിരിക്കും. അല്ലെങ്കിൽ നമ്മുടെ മാതാപിതാക്കൾ, ഇപ്പോഴെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വ്യത്യാസം ഉണ്ടായിരിക്കും. പക്ഷേ ഞാൻ പറഞ്ഞത്, നമ്മൾ ഇത്രയും പ്രായമുള്ള ആളായതുകൊണ്ട് പഴയ വാക്കുകളൊക്കെ ആയിരിക്കും ഞാൻ പറയുന്നത്. നമുക്കെപ്പോഴും ചില ആളുകളോട് ബഹുമാനം ഉണ്ടെങ്കിൽ ആ ബഹുമാനം അനുസരിച്ച് നമ്മൾ അവരുടെ മുമ്പിൽ വെച്ച് നമ്മളൊന്നും ചെയ്യത്തില്ല. ഒരു വലിയ ബഹുമാനം എന്ന് പറഞ്ഞതുപോലെ ക്രിസ്തു നമ്മുടെ വീട്ടിൽ, ചിലപ്പോൾ നമ്മൾ വീട്ടിലൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്, ക്രൈസ്റ്റ് ഈസ് ദി അൺസീൻ ഗസ്റ്റ്. ക്രിസ്തു ഞങ്ങളുടെ വീട്ടിലെ അദൃശ്യനായ അതിഥി. നോ, അവൻ അതിഥിയൊന്നുമല്ല. അതിഥിയാണെ വന്നേച്ചങ്ങ് പോകും. പക്ഷെ അവൻ അതിഥിയല്ല. അവൻ എന്താണ്? നമ്മുടെ ഭവനത്തിൽ താമസിക്കുകയാണ്. ആ ഒരു വലിയ ബോധ്യം നമുക്കുണ്ടെങ്കിൽ, ആ ബോധ്യം ഉണ്ടെങ്കിൽ നമ്മുടെ ജീവിതം എന്തൊരു വ്യത്യാസമായിരിക്കും! ഭയങ്കര വ്യത്യാസമായിരിക്കും, ഒരു സംശയമില്ല. യേശു നമ്മുടെ വീട്ടിൽ ജീവിക്കുന്നുണ്ടെങ്കിൽ അവൻ എവിടെയൊക്കെയാ? ഞാൻ ചിലപ്പോൾ പറയാറുണ്ട്, യേശുവിന് യാതൊരു ഔചിത്യബോധവും ഇല്ലാത്തവനാണ്. നമ്മളൊക്കെ ആരെങ്കിലും അതിഥികളാണെങ്കിൽ നേരെ കയറി ഡ്രോയിങ് റൂമിൽ അങ്ങ് ഇരുന്നോളും, വേറെ എങ്ങോട്ടും വരത്തില്ല. പക്ഷേ യേശു അങ്ങനല്ല. യേശു വന്നിട്ട് അവൻ എല്ലായിടത്തും കയറി വരും. അവൻ അടുക്കളയിൽ കയറി വരും. അവൻ നമ്മുടെ ഫ്രിഡ്ജൊക്കെ തുറന്ന് നോക്കും. നമ്മളുടെ കമ്പ്യൂട്ടർ, ഇൻ്റർനെറ്റിൽ പിള്ളേർ ഏത് സൈറ്റൊക്കെയാണ് പോയതെന്നുള്ളത് അവൻ ഹിസ്റ്ററി എടുത്ത് നോക്കും. നിങ്ങൾ മായ്ച്ചാലും അത് മായത്തില്ല. നമ്മുടെ പിള്ളേരൊക്കെ ഭയങ്കര പിടുക്കലാണ്. പോകുന്ന ഒരൊറ്റ സൈറ്റ് ഒരു ബാക്കി ഇട്ടേച്ച് പോകത്തില്ല. പക്ഷേ എത്ര മായ്ച്ചാലും നിങ്ങൾ പോയ എല്ലാ സൈറ്റുകളും തിരിഞ്ഞു വന്ന് കണ്ടുപിടിക്കുന്നവനാണ് യേശു. വീട്ടിൽ യേശു താമസിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈഫ് എത്ര വ്യത്യാസമായിരിക്കും! അതുപോലെ ആയിരിക്കണം കുടുംബം. അങ്ങനെ ഒരു കുടുംബമാണ് ഇവിടെ പണിയേണ്ടത്. ക്രിസ്തുവിൻ്റെ ഭയത്തിൽ അന്യോന്യം കീഴ്പ്പെട്ടിരിപ്പീൻ. ഭാര്യമാരെ കർത്താവിനെന്നതുപോലെ നിങ്ങളുടെ ഭർത്താവിന് ശകലത്തിലല്ല സകലത്തിലും കീഴ്പ്പെട്ടിരിപ്പീൻ. ലോകത്തിൽ എത്ര കൊടികുത്തിയവർ ഈ വചനം മാറ്റാൻ പരിശ്രമിച്ചാലും ലോകത്തിൽ ഭൂമി ഉള്ള കാലത്തോളം നിലനിൽക്കുന്ന, സ്വർഗത്തിൽ എന്നേക്കും നിലനിൽക്കുന്ന ഈ ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് മാറ്റാൻ കഴിയത്തില്ല. ഭാര്യമാരെ നിങ്ങളുടെ ഭർത്താവിനെ കർത്താവിനെന്നതുപോലെ സകലത്തിലും കീഴ്പ്പെട്ടിരിപ്പീൻ. ഭർത്താക്കന്മാരോട് പറയാണ്, കർത്താവ് സഭയെ സ്നേഹിച്ചതുപോലെ നിങ്ങൾ സഭയെ സ്നേഹിപ്പീൻ. ചെറിയ സ്നേഹമൊന്നും പോരാ, രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ട്, രണ്ടും വേണം.
കർത്താവ് സഭയെ സ്നേഹിച്ചതുപോലെ. കാര്യം പുരുഷൻ എന്താണ്? തലയാണെന്നാണ് പറയുന്നത്. 1 കൊരിന്ത്യർ 11 അധ്യായത്തിൻ്റെ 1 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ പറയുന്ന ഒരു കാര്യമുണ്ട്. ഏത് സ്ത്രീയുടെയും തല പുരുഷൻ, പുരുഷൻ്റെ തല ക്രിസ്തു, ക്രിസ്തുവിൻ്റെ തല ദൈവം. അപ്പോൾ ദൈവം, ക്രിസ്തു, പുരുഷൻ, സ്ത്രീ, ഇതാ ഓർഡർ. അപ്പോൾ അനുസരണം എല്ലാ തലത്തിലും വേണം. ക്രിസ്തു ദൈവത്തെ എത്ര പൂർണ്ണമായി അനുസരിച്ചോ അതുപോലെ പുരുഷൻ ക്രിസ്തുവിനെ പൂർണ്ണമായി അനുസരിക്കണം. അങ്ങനെ ക്രിസ്തുവിനെ പൂർണ്ണമായി അനുസരിക്കുന്ന ഭർത്താവിനെ ഭാര്യ പൂർണ്ണമായി അനുസരിക്കണം. അപ്പോഴാണ് കുടുംബം സന്തുഷ്ട കുടുംബമാകുന്നത്. പക്ഷെ അതിനിടയ്ക്ക് ഭർത്താവ് മാറി നിന്ന് വെച്ച് ക്രിസ്തുവിനെ അനുസരിക്കാതെ ഞാൻ നിന്റെ തലയാണെന്ന് പറഞ്ഞ് വഴക്കുണ്ടാക്കാൻ ചെല്ലുന്നതിന് അർത്ഥമൊന്നുമില്ല. എന്താ വേണ്ടത്? ഫസ്റ്റ് ഒബേ ക്രൈസ്റ്റ്, ക്രിസ്തുവിനെ അനുസരിക്കുക. പിന്നെ ഭാര്യ ഭർത്താവിനെ അനുസരിക്കുക. ക്രിസ്തു ഓൾറെഡി ദൈവത്തെ അനുസരിച്ച് കഴിഞ്ഞു. അതുകൊണ്ട് ആ ഒരു ഓർഡർ നമ്മൾ തെറ്റിക്കാനായിട്ട് പാടില്ല. ഇന്ന് ഞാൻ ഈ വാക്കുകളെ അവസാനിപ്പിക്കുമ്പോൾ ആ പുരുഷൻ്റെ സ്നേഹത്തിൻ്റെ കാര്യത്തെക്കുറിച്ചുകൂടെ ഞാൻ പറയാം. അവിടെ പറഞ്ഞിരിക്കുന്നത് എങ്ങനെയാണ് പുരുഷൻ ഭാര്യയെ സ്നേഹിക്കേണ്ടത്? ക്രിസ്തു സഭയെ സ്നേഹിച്ചതുപോലെ. ക്രിസ്തു സഭയെ സ്നേഹിച്ചപ്പോൾ അവൻ എന്ത് ചെയ്തു? അവൻ തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്തു. സാക്രിഫിഷ്യൽ ലവ്, ആദ്യത്തെ സ്നേഹത്തിൻ്റെ ആദ്യത്തെ പടി. ഇറ്റ് വാസ് എ സാക്രിഫിഷ്യൽ ലവ്. അത് ഭയങ്കര സ്വയത്യാഗത്തിൻ്റെ സ്നേഹമായിരുന്നു. സ്വയത്യാഗത്തിൻ്റെ സ്നേഹം. ഒരു ഭർത്താവിൻ്റെ സ്നേഹം സ്വന്തം ജീവൻ കളഞ്ഞും ഭാര്യയെ സ്നേഹിക്കുന്ന ഒരു സ്നേഹമാണ് ഭർത്താവിൽ നിന്ന് ഭാര്യയ്ക്ക് ലഭിക്കേണ്ടത്. അതാണ് പെർഫെക്റ്റ് ലവ്. ദാറ്റ് ഈസ് സാക്രിഫിഷ്യൽ. രണ്ടാമത് പറയുന്നത് അവൻ അവളെ പോറ്റി പുലർത്തി. ഞാൻ വാക്യങ്ങൾ വായിക്കാൻ സമയം നമ്മളത് വായിക്കുന്നുണ്ട്, ആ ഭാഗം വായിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ പെട്ടെന്ന് പറയുന്നത്. പോറ്റി പുലർത്തി എന്ന് പറയുന്നത് നറിഷ് ചെയ്തെന്നാണ് പറയുന്നത്. ചെറിഷ് ആൻഡ് നറിഷ്. അവളെ ഓമനിച്ച് പോറ്റി പുലർത്തി, അവളെ ഓമനിച്ചു. ആ വാക്ക് നമുക്ക് അത്രയും വലിയ ഇഷ്ടമൊന്നും ആയിരിക്കത്തില്ല, പക്ഷേ വേദത്തിൽ എഴുതിയിരിക്കണം അവളെ ഓമനിച്ചു. ചെറിഷ്ഡ്. ചെറിഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ത്രീയെ എടുത്തിരിക്കുന്നത് എവിടെ നിന്നാണ്? സ്ത്രീയെ എടുത്തിരിക്കുന്നത് വാരിയലിൽ നിന്നാണ്. അതുകൊണ്ട് സ്ത്രീക്ക് എപ്പോഴും അങ്ങോട്ട് ചായാനുള്ള ഒരു ടെൻഡൻസി ഉണ്ട്. അതാരും പറഞ്ഞിട്ട് കാര്യമില്ല. എടുത്തിടത്തോട്ടല്ല ചായാൻ പറ്റുള്ളൂ. വേറെ എങ്ങോട്ട് ചായാനാ? വേറെ ആരുടെയും വാരിയലിൽ പോയി ചായ ഇരുന്നാൽ മതി. നമ്മുടെ വാരിയലിലോട്ടാണല്ലോ ചാരുന്നത്. അപ്പോൾ അതുകൊണ്ട് ആ ചായ്വ് എന്ന് പറയുന്നത് ഒരു ബിബ്ലിക്കൽ പ്രിൻസിപ്പിളാണ്, വേദപുസ്തകത്തിൻ്റെ പ്രിൻസിപ്പിളാണ്. മാത്യു ഹെൻറി പറഞ്ഞത് ഭാര്യയെ അല്ലെങ്കിൽ ഹവ്വായെ എടുത്ത അസ്ഥി കാലേ നിർത്തതായിരുന്നെങ്കിൽ ചവിട്ടി താക്കായിരുന്നു, തലയെ നിർത്തതായിരുന്നെങ്കിൽ തലയെ കൊണ്ട് നടക്കായിരുന്നു. ഇതിപ്പോൾ വാരിയലിൽ നിന്ന് എടുത്തത് കൊണ്ട് വാരിയലിൽ ഹൃദയത്തോട് ചേർന്നുള്ള എല്ലാം. അതുകൊണ്ട് സ്ത്രീയെ എപ്പോഴും ഹൃദയത്തോട് ചേർത്ത് നിർത്തുന്ന ഒരു സ്റ്റേജ്. പുറമേ ഉള്ള കാര്യമല്ല ഞാൻ പറയുന്നത്, നിങ്ങളുടെ ഹാർട്ട്, നിങ്ങളുടെ ഹൃദയത്തിനോട് ചേർന്ന്. ഞാൻ ഒരു വർഷത്തിൻ്റെ 10 മാസമെങ്കിലും ഭവനത്തിൽ നിന്ന് ദൂരെ താമസിക്കുന്ന, പോകേണ്ടി വരുന്ന, പല സ്ഥലങ്ങളിൽ പോകേണ്ടി വരുന്ന, ലോകത്തിൻ്റെ വിവിധ സ്ഥലങ്ങളിൽ യാത്ര ചെയ്യുന്ന ഒരാളാണ്. പക്ഷേ എപ്പോഴും ഹൃദയത്തോട് ചേർന്നുണ്ടായിരിക്കേണ്ട ഒരു വ്യക്തിയെ എനിക്കുള്ളൂ. എന്താണ്? അതെൻ്റെ ഭാര്യയാണ്. അത് ആണ് വാസ്തവത്തിൽ ആ സാക്രിഫിഷ്യൽ ലവ് ആൻഡ് ആ സ്നേഹത്തിൻ്റെ ഒരു ആധിക്യം എന്ന് പറയുന്നത്. അതുപോലെ നറിഷ് ചെയ്യുക എന്ന് പറയുമ്പോൾ അവളെ പോറ്റി പുലർത്തുക. ഇറ്റ് ഈസ് എ സാറ്റിസ്ഫൈയിങ് ലവ്. ചെറിഷ് ആൻഡ് നറിഷ്. സംതൃപ്തി കൊടുക്കുന്ന, അവൾക്ക് ആവശ്യമുള്ളത് അതിനാണ് നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്നത്. ഭാര്യയെ നോക്കാൻ കഴിയത്തില്ലെങ്കിൽ പിന്നെ എന്തിനാണ് കല്യാണം കഴിക്കുന്നത്? ഭാര്യയെ നോക്കാനായിട്ട് കർത്താവ് ഏൽപ്പിച്ചിരിക്കുകയാണ്. പോറ്റി പുലർത്തുക. അടുത്തത് എന്താണ്? ഒടുവിൽ പറഞ്ഞിരിക്കുന്നത് അവൻ അവളെ വചനത്തോടു കൂടിയ ജലസ്നാനത്താൽ അവളെ ശുദ്ധീകരിച്ച് തനിക്ക് തന്നെ നിഷ്കളങ്കയും നിർമ്മലയുമായി നിർത്തേണ്ടതിന് അവളെ ശുദ്ധീകരിക്കുന്നു. അപ്പോൾ ഭർത്താവിൻ്റെ ജോലി ഭാര്യയെ ശുദ്ധീകരിക്കുക എന്ന് പറയുന്നതാണ്. ശുദ്ധീകരിക്കുക എന്ന് പറയുമ്പോഴത്തേക്ക് മുമ്പേ പറഞ്ഞ സ്റ്റോറിയിലെ പോലെ കുളിപ്പിക്കുന്ന കാര്യമൊന്നും അല്ല അവിടെ പറയുന്നത്. എന്താണ്? ദൈവം ഒരു കുടുംബത്തിന് ഒരു ദൗത്യം കൊടുത്തിട്ടുണ്ട്. ഏത് കുടുംബത്തിനും ദൈവം ഒരു ദൗത്യം കൊടുത്തിട്ടുണ്ട്. ആ ദൗത്യം നിർവഹിക്കുന്നതിന് വേണ്ടി ഭാര്യയും ഭർത്താവും ഒരുമിച്ച് പ്രവർത്തിക്കണം. പക്ഷേ മിഷൻ കൊടുത്തിരിക്കുന്നത് ഭാര്യയ്ക്കല്ല, ഭർത്താവിനാണ്. അത് ഞാൻ പുരുഷപക്ഷപാതി ആയതുകൊണ്ട് പറയുമൊന്നുമല്ല. ഹവ്വ പഴം പറിച്ച് നിന്നപ്പോൾ ദൈവം ഇറങ്ങി വന്നിട്ട് ഹവ്വായെ വിളിച്ചു, ഹവ്വായെ ഞാൻ കൽപ്പിച്ച പഴം തിന്നരുതെന്ന് കൽപ്പിച്ച പഴം നീ തിന്നോന്നാണ് ഹവ്വായോടാണോ ചോദിക്കുന്നത്? ആണോ? അല്ല. ആരോടാണ് ചോദിക്കുന്നത്? ആദാമിനോട് ചോദിക്കുന്നത്. എന്താണ്? ആദാമിൻ്റെ ചുമതലയായിരുന്നു ഹവ്വ പോലും പഴം പറിച്ച് തിന്നാതിരിക്കുന്നത്. അതാണ് വേദപുസ്തകത്തിൻ്റെ തത്വം. നിങ്ങളുടെ ഭാര്യയെ സ്വർഗത്തിൽ കൊണ്ടുപോകാന്നുള്ളത് നിങ്ങളുടെ ഉത്തരവാദിത്വമാണ്. അതുകൊണ്ടാണ് അവളെ സാറ്റിസ്ഫൈ ചെയ്യുക മാത്രം പോരാ, അവളെ സാങ്ക്ടിഫൈ ചെയ്യണം. എന്തിന്? അവൾ
തനിക്ക് തന്നെ, അതായത് സഭ യേശു ക്രിസ്തുവിന് വേണ്ടി സഭയെ യേശു ഒരുക്കുന്നത് പോലെ എൻ്റെ ഭാര്യയെ എൻ്റെ ദൗത്യത്തിന് വേണ്ടി, ദൈവം എന്നെ ഫലമേൽപ്പിച്ചിരിക്കുന്ന ദൗത്യം നിർവഹിക്കുന്നതിന് വേണ്ടി എൻ്റെ ഭാര്യയെ ആ ഒരുക്കിയെടുക്കുക എന്നുള്ളത് അതെൻ്റെ ചുമതലയാണ്. ദാറ്റ് ഈസ് എ സാങ്ക്ടിഫയിങ് ലവ്. അങ്ങനെ ഒരു സ്നേഹത്തിലായിരിക്കുമ്പോൾ ഒരു ചോദ്യം കൂടെ ഉണ്ട്. ഇതിൽ ആരെങ്കിലും തെറ്റുപറ്റിച്ചാൽ എന്തോ പറ്റും? അതായത് ഭർത്താവിന് കീഴടങ്ങിയിരിക്കണം, പക്ഷെ കീഴടങ്ങാത്ത ഒരു ഭാര്യയോട് എന്ത് ചെയ്യണം? അല്ലെങ്കിൽ ഭർത്താവ് സ്നേഹിക്കണം. ഇത് രണ്ടുമാണ് ഭാര്യയും ഭർത്താവും ഇഷ്ടപ്പെടുന്നത്. ഒരു ഭർത്താവ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഭാര്യ കീഴടങ്ങിയിരിക്കുന്നതാണ്. ഒരു ഭാര്യ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് ഭർത്താവ് സ്നേഹിക്കുന്നതാണ്. കീഴടങ്ങാത്ത ഒരു ഭാര്യയെ ആർക്കും ഇഷ്ടമില്ല. അത് നിങ്ങൾ എത്ര പറഞ്ഞാലും ഇഷ്ടമല്ല. കീഴടങ്ങാത്ത ഒരു ഭാര്യ ഒരു ഭർത്താവിന് ഇഷ്ടമല്ല. സ്നേഹിക്കാത്ത ഒരു ഭർത്താവിനെ ഇഷ്ടപ്പെടാൻ ഭാര്യയ്ക്കും പ്രയാസമാണ്. അപ്പോൾ കീഴടങ്ങാത്ത ഒരു ഭാര്യയെ ഭർത്താവ് എന്ത് ചെയ്യണം? സ്നേഹിക്കാത്ത ഒരു ഭർത്താവിനോട് ഭാര്യ എന്ത് ചെയ്യണം? നിങ്ങളോട് പറഞ്ഞ കാര്യം നിങ്ങൾ ചെയ്തുകൊണ്ടേ ഇരിക്കണം. അതാണ് വേദോസം പഠിപ്പിക്കുന്നത്. നിങ്ങളുടെ ഭർത്താവ് നിങ്ങളെ സ്നേഹിച്ചാലും സ്നേഹിച്ചില്ലെങ്കിലും കീഴ്പ്പെട്ടുകൊണ്ടേ ഇരിക്കണം. നിങ്ങളുടെ ഭാര്യ നിങ്ങൾക്ക് കീഴ്പ്പെട്ടാലും കീഴ്പ്പെട്ടില്ലെങ്കിലും നിങ്ങൾ സ്നേഹിച്ചുകൊണ്ടേ ഇരിക്കണം. അങ്ങനെ എപ്പോഴും കീഴ്പ്പെടുന്ന ഒരു ഭാര്യയെ ഭർത്താവിനെ സ്നേഹിക്കാതിരിക്കാനും കഴിയത്തില്ല. എപ്പോഴും സ്നേഹിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഭർത്താവിന് ഭാര്യ കീഴ്പ്പെടാതിരിക്കത്തുമില്ല. അത് ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ഒരു തത്വമാണ്. ഈ ദൈവിക തത്വങ്ങൾ അനുസരിച്ച് ജീവിക്കാൻ ഇപ്പോൾ അജിക്കും ലിൻഡുവിനും മാത്രമല്ല ഞാൻ ഈ കാര്യങ്ങൾ പറയുന്നത്. ഇറ്റ്സ് ഫോർ എവറിബഡി. നമ്മൾ വിവാഹ ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് നമുക്ക് ഒരു നിമിഷം എല്ലാവർക്കും കണ്ണുകളെ അടയ്ക്കാം. ദൈവത്തിൻ്റെ വചനപ്രകാരം അജിയും ലിൻഡുവും മാത്രമല്ല, ഇവിടെ വന്നിരിക്കുന്ന ഓരോരുത്തരും ക്രിസ്തുവിൻ്റെ ഭയത്തിൽ അന്യോന്യം കീഴ്പ്പെട്ടിരിക്കുക എന്നുള്ള ദൈവത്തിൻ്റെ വചനം അനുസരിച്ച് നിങ്ങളുടെ ഹൃദയത്തിൻ്റെ ആഴത്തിൽ നിങ്ങളുടെ കുടുംബം മനോഹരമായിരിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ, ദൈവികമായിരിക്കണമെന്ന് ആഗ്രഹിക്കുന്നുവെങ്കിൽ, കർത്താവിന് ഭവനം പണിയാൻ ഒരിക്കൽ കൊടുത്തെന്ന് മാത്രമല്ല, എല്ലാ ദിവസവും വൈകുന്നേരങ്ങളിൽ ഇറങ്ങി വരുന്ന ദൈവത്തിൻ്റെ സാന്നിധ്യം അനുഭവിച്ചുകൊണ്ട് നിങ്ങളുടെ ജീവിതം ക്രമീകരിക്കുവാനും, അവൻ്റെ ഭയത്തിൽ, യേശു എൻ്റെ ഭവനത്തിൽ, എൻ്റെ അടുക്കളയിലും എൻ്റെ ബെഡ്റൂമിലും എൻ്റെ ഡ്രോയിങ് റൂമിലും എല്ലാം യേശു കയറി ഇറങ്ങി നടക്കുകയാണ്, ഞാൻ പറയുന്നതൊക്കെ അവൻ കേൾക്കുന്നുണ്ട് എന്നുള്ള ബോധ്യത്തോടുകൂടെ ക്രിസ്തുവിൻ്റെ ഭയത്തിൽ ജീവിക്കാനും നമ്മൾ തീരുമാനിക്കുന്നുവെങ്കിൽ മാറോട് കൈചേർത്ത് നമുക്ക് പറയാം, കർത്താവേ ഒരു പുതിയ ജീവിതാനുഭവം എനിക്ക് തരണം. ഇത് വിശ്വസിക്കുന്ന, ഇത് ആഗ്രഹിക്കുന്ന സഹോദരി സഹോദരന്മാരെ, ഒരു പുതിയ ഒരു ഭവനത്തിൽ ഒരു ക്രിസ്തു കേന്ദ്രീകൃതമായ ഒരു ജീവിതം പണിയുവാൻ ആഗ്രഹിക്കുന്നവർ അവരുടെ ഹൃദയത്തോട് കൈചേർത്ത് കർത്താവേ നമുക്കൊരു നിമിഷം എല്ലാവർക്കും കണ്ണുകളെ അടയ്ക്കാം. ഹൃദയത്തെ മാറോട് ചേർത്ത് പിടിച്ച് പറയാം, കർത്താവേ എൻ്റെ ഭവനത്തെ നീ ഒന്ന് മാറ്റി പണിയണമേ, ഒന്ന് പുതുക്കി പണിയണമേ, കർത്താവേ മനോഹരമായ ഒരു ഭവനമാക്കണമേ എന്ന് ഓരോരുത്തർക്കും പറയാം. അതോടൊപ്പം നമുക്ക് വിവാഹത്തിൻ്റെ ശുശ്രൂഷയുടെ അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യാം. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, ഞങ്ങൾ ഈ സമയം ഞങ്ങളുടെ ജീവിതം കുടുംബം എന്ന നിലയിൽ നിൻ്റെ സന്നിധിയിലേക്ക് സമർപ്പിക്കുന്നു. അനുഗ്രഹീതമായ ഒരു കുടുംബ ജീവിതം ജീവിക്കുവാൻ കർത്താവെ അതൊരു വിധിയല്ല എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. നീ ഡിസൈൻ ചെയ്തതായതുകൊണ്ട്, കർത്താവ് നീ പണിതതായതുകൊണ്ട് ഓരോ ദിവസങ്ങളിലും പണിയാനായിട്ട് ഞങ്ങൾ നിന്നെ ഫലമേൽപ്പിക്കുന്നു. എല്ലാ വൈകുന്നേരങ്ങളിലും നീ ഇറങ്ങി വന്ന് ഞങ്ങൾക്ക് വേണ്ട ഇൻസ്ട്രക്ഷൻസ് തരുന്ന ഒരു നല്ല കർത്താവായി നിന്നോട് സമയം ചെലവഴിക്കുവാൻ നീ സഹായിക്കണമേ. തന്നെയല്ല കർത്താവെ, ഞങ്ങളുടെ ഭവനത്തിൽ അന്യോന്യം കീഴ്പ്പെട്ടിരിക്കുന്നതിന് നിൻ്റെ ഭയത്തിൽ അത് ചെയ്യുവാൻ തക്കവണ്ണം, നീ ഞങ്ങളുടെ കൂടെ നടക്കുന്നുവെന്നും ഞങ്ങൾ പറയുന്നത് കേൾക്കുന്നുവെന്നും ഒക്കെ ഉള്ള ബോധ്യത്തോടുകൂടെ ജീവിപ്പാൻ തക്കവണ്ണം നീ ഞങ്ങളെ ശക്തീകരിക്കണം.